നമസ്കാരം. നടൻ കുഞ്ചാക്കോ ബോബനെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ അദ്ദേഹത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന് കാരണം ഈ ഓഗസ്റ്റ് മുതൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ ഫുഡ് മെനു പരിഷ്കരിച്ചിരുന്നു. ബിരിയാണി ഉൾപ്പെടെ കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ എങ്ങനെയും ആ പദ്ധതിയെ സംബന്ധിച്ച് സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, അതിനുവേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തൃക്കാക്കരയിൽ MLA നേതൃത്വത്തിൽ ആരംഭിച്ച സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിൽ രാവിലെ പ്രാതൽ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പദ്ധതി അവർ നടപ്പാക്കുകയാണ്. അത് PT തോമസ് ഫൗണ്ടേഷന്റെ പേരിൽ BPCL എന്ന കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബൻ തൃക്കാക്കരയിൽ നിർവഹിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെയാണ് അദ്ദേഹം നടത്തിയൊരു പ്രതികരണം ഇപ്പോ ഈ ഉച്ചഭക്ഷണ പദ്ധതിക്കെതിരെയും സർക്കാരിനെതിരെയും ഒരു വ്യാജ പ്രചരണത്തിന് വേണ്ടി ചില സംഘടിത കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും സ്വാഭാവികമാണ്. കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതൊന്നും, എന്നാൽ കുഞ്ചാക്കോ ബോബന്റെ പേരിൽ ചാരി സർക്കാരിനെതിരെ ഒരു വ്യാജ പ്രചരണത്തിന് അവിടെ തുടക്കമാവുകയാണ്. അതാണ് ഈ കാർഡ്. ജയിലിലല്ല നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്, അത് സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കാണ് എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ വാചകം. അത് ആദ്യം ഒന്ന് കേൾക്കാം. നമുക്കറിയാം, ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതിനൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈയൊരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, ഒരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് കൂടെ നിൽക്കുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും നിൽക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും, മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിനോടൊപ്പം നിൽക്കുന്ന എല്ലാ സഹൃദയർക്കും നന്ദി പറഞ്ഞതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാതൃകപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വരട്ടെ, വളരട്ടെ, വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇതാണ് ആ പ്രതികരണം. ഈ പ്രതികരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ ജയിലുകളിലാണ് മികച്ച ഭക്ഷണം, സർക്കാർ സ്കൂളുകളിലൊന്നും നല്ല ഭക്ഷണമില്ല എന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ നടത്തുകയാണ്. അതായത് കുഞ്ചാക്കോ ബോബൻ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പോലും വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ആരുടെ ഭാഗമായാണോ പരിപാടിയിൽ പങ്കെടുത്തത് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉമാ തോമസ് എന്ന MLA അടുപ്പവും ബന്ധവും ഒപ്പം നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിങ്ങൾ അവിടെ പറഞ്ഞ കാര്യത്തെ അതിനെ വളച്ചൊടിച്ച് കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് അതൊരു സർക്കാർ വിരുദ്ധതയും കേരളത്തിലെ ഈ ഓഗസ്റ്റ് മുതൽ ആരംഭിച്ച സർക്കാർ സ്കൂളുകളിലെ പുതിയ ഫുഡ് മെനുവിനെ പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് നോക്കൂ. ജയിലിലാണ് നല്ല ഭക്ഷണം, സർക്കാർ സ്കൂളുകളിലൊന്നും നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് നേരത്തെ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ട് അവർ പ്രചരണം നടത്തുന്നത്. എന്നാൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനോട് ഒരു നേരം സർക്കാർ ആശുപത്രിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം, അതിനൊപ്പം താനും വരാമെന്നുള്ളതാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല, സ്കൂൾ കുട്ടികൾക്കാണ്. കുഞ്ചാക്കോ ബോബൻ. ഈ രൂപത്തിലുള്ള ഗ്രാഫിക്സ് കാർഡുകളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് ചാക്കോച്ചൻ പറഞ്ഞത് എന്നറിയണമല്ലോ. ആ വാക്കുകൾ ഞാൻ കേട്ടു. ചാക്കോച്ചൻ സദുദ്ദേശത്തോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ ചാക്കോച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനും വരാം, കുട്ടികൾക്കും സന്തോഷമാവും, കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണവും കഴിക്കാം, സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാം. കേട്ടല്ലോ, മന്ത്രിക്ക് വേണമെങ്കിൽ എടുത്തു ചാടി കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ നിലയ്ക്ക് അദ്ദേഹത്തെ വിമർശിക്കാമായിരുന്നു. അദ്ദേഹം എന്താണ് യഥാർത്ഥ വാർത്തയെന്ന് പരിശോധിച്ചു. അതിൽ കുഞ്ചാക്കോ ബോബന്റെ വാക്കുകൾ കൂടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഒരിടത്തും ജയിലിലാണ് മികച്ച ഭക്ഷണം, സർക്കാർ സ്കൂളിലല്ല എന്നൊരു വാക്കല്ല അദ്ദേഹം പറഞ്ഞത്. ജയിലിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം സർക്കാർ സ്കൂളുകളിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ആന്തരിക അർത്ഥം. പക്ഷെ അതിനെ വളച്ചൊടിക്കുകയാണല്ലോ. ജയിലിൽ മികച്ച ഭക്ഷണം സർക്കാർ സ്കൂളുകളിലല്ല എന്ന ആ വാക്കിനെ, ആ വരികളുടെ അർത്ഥം തന്നെ മാറ്റി പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണം മോശമാണ്, ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് ഈ സർക്കാർ നല്ല ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നു എന്ന് ജനങ്ങൾ അങ്ങ് കരുതട്ടെ. ഇതാണ് അതിന്റെ ഉള്ളിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിനെയാണ് മന്ത്രി വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വ്യാജ വാർത്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കാതെ
അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അന്വേഷിച്ച് എന്താണ് ചാക്കോച്ചൻ പറയാൻ ശ്രമിച്ചതെന്ന് കേട്ടതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ മാതൃകാപരമാണ്. കുഞ്ചാക്കോ ബോബനെ അനാവശ്യമായ വിവാദത്തിൽപ്പെടുത്തുകയോ കുഞ്ചാക്കോ ബോബന് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കാതെ ആ തെറ്റിദ്ധാരണ പരത്തിയ വാർത്തയെ ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്ഷണം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായി കുഞ്ചാക്കോ ബോബൻ അത് ഏറ്റെടുത്ത് ഏതെങ്കിലും ഒരു സർക്കാർ വിദ്യാലയത്തിൽ പോയി അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാക്കി എന്താണ് പുതിയ കാലഘട്ടത്തിൽ സർക്കാർ സ്കൂളുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രതികരണം കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം എന്താണോ വ്യാജമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെ തടയിടാനുള്ള ഉത്തരവാദിത്തം കുഞ്ചാക്കോ ബോബൻ കാണിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് പറയേണ്ടി വരികയാണ്. ചെയ്യുന്ന കാര്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള അവസരം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം തന്നെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് അതിനൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിനൊരു പ്രതികരണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആൾക്കാർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ആ പ്രവർത്തനം അത് അഭിനന്ദനാർഹമാണ്, ശ്ലാഘനീയമാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില വിഷയങ്ങളിൽ എടുത്തു ചാടി പ്രതികരിക്കുന്നതിനപ്പുറം എന്താണ് പുറത്തേക്ക് വന്ന വാർത്തയെ സംബന്ധിച്ച് മനസ്സിലാക്കി ആ വ്യക്തിയെ കൂടി അധിക്ഷേപിക്കാതെ കൃത്യമായി പറഞ്ഞ മറുപടി അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി വളരെ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്.